നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നൊരു വാഗ്ദാനം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത്തരം വാഗ്ദാനങ്ങളിൽ കൊണ്ട് വൻ വിജയമാണ് UDFിന് ഇവിടെ കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. പുതിയ മന്ത്രിസഭ ആയിട്ടില്ല, അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ്, നെട്ടോട്ടത്തിലാണ്. മുഖ്യമന്ത്രിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, മന്ത്രിസഭാ രൂപീകരണം നടന്നിട്ടില്ല. എങ്കിൽ തന്നെയും ഇന്നിപ്പോൾ KSRTCയുടെ MD ഒരു നിർദ്ദേശം KSRTC ജീവനക്കാർക്കെല്ലാം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ടിക്കറ്റുകൾ കൊടുക്കുമ്പോൾ എത്ര സ്ത്രീകളും എത്ര പുരുഷന്മാരും യാത്ര ചെയ്യണം എന്ന് രേഖപ്പെടുത്തുന്ന രീതിയിൽ മിഷനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആർക്കും KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എത്ര സ്ത്രീകളാണ് ഒരു ദിവസം യാത്ര ചെയ്യുന്നത്, എത്ര രൂപയുടെ നഷ്ടമുണ്ടാകുമ്പോൾ എത്ര രൂപയ്ക്കുള്ള കളക്ഷനാണ് സ്ത്രീകളിൽ നിന്നും കിട്ടുന്നത്. യാത്രക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് എൻ്റെ 60% യാത്രക്കാർ സ്ത്രീകൾ എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന അറിവ്. മുൻകാലങ്ങളിൽ തന്നെ എല്ലാ മാസവും ഏതാണ്ട് 40 കോടിയോളം രൂപ സർക്കാർ KSRTC കോർപ്പറേഷൻ കൊടുത്തുകൊണ്ടാണ് ഈ ശമ്പളങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും പെൻഷനും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ ഈ KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളായിട്ടുള്ള അവരുടെ പൈസ കൂടി ഇനി സർക്കാർ KSRTC കൊടുക്കേണ്ടി വരും. ഇത്തരത്തിൽ കൊടുക്കുകയോ ഇല്ലയോ ചെയ്യുമ്പോൾ ഈ യാത്ര തുറന്നുകൊണ്ട് ഈ ജീവനക്കാർക്ക് ഒരു വർഷത്തോളം ആയതേ ഉള്ളൂ ഇവർക്ക് സ്ഥിരമായിട്ട് 1-ാം തീയതി അടുത്ത് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശമ്പളത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള ആശങ്ക ജീവനക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ വനിതകളായിട്ടുള്ളവരെല്ലാം വളരെ സന്തോഷത്തിലാണ് ഇത്തരം തീരുമാനം നടപ്പിലായാൽ. എന്തായാലും ഇന്ന് KSRTCയിലെ എല്ലാ യാത്രക്കാരും എത്ര സ്ത്രീ യാത്രക്കാർ യാത്ര ചെയ്യുന്നുണ്ട്, പുരുഷന്മാർ എത്ര പേര് യാത്ര ചെയ്യുന്നു എന്നുള്ള കണക്ക് തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരത്തോടുകൂടി അറിയാൻ കഴിയും. അതേ കണക്ക് ഒരാഴ്ചയോളം ഈ കണക്കെടുപ്പ് കഴിഞ്ഞാൽ ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ ഇവരെ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്രകൾ നൽകുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. അത് സ്ഥിരീകരിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അത് സൂപ്പർ ഫാസ്റ്റിലാണോ അതോ ഓർഡിനറിയിലാണോ അതോ ദാരിദ്ര്യരേഖയ്ക്ക് താഴ്ന്നവരാണോ ഏതൊക്കെ രീതിയിലാണെന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ അവരുടെ വാഗ്ദാനം സ്ത്രീകളായിട്ടുള്ളവർ KSRTCയിൽ യാത്ര ചെയ്താൽ പൂർണ്ണമായും സൗജന്യമായിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ കണക്കെടുപ്പും അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇന്ന് മുതൽ KSRTCയിൽ ആരംഭിച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾ ഞെക്കണം, മെയിലാണോ ഫീമെയിലാണോ? KSRTC ജീവനക്കാരിയാണോ? എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു? 10 വർഷമായി. 10 വർഷമായി. ഇന്ന് മുതൽ സ്ത്രീ എത്ര പേര് പുരുഷന്മാർ എത്ര പേരെന്നൊരു കണക്കെടുപ്പ് കണക്കെടുപ്പുണ്ടായിരുന്നു. അപ്പം എന്താണ് ഇങ്ങനൊരു തീരുമാനം, സ്ത്രീകൾ ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. അപ്പോൾ യാത്രക്കാർ നിങ്ങൾ കൂടുതലും സ്ത്രീകളാണോ ബസ്സിൽ യാത്ര? സ്ത്രീകളാണ് ബസ്സിൽ കൂടുതൽ. അപ്പോൾ നമുക്ക് സൗജന്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കളക്ഷനെ ബാധിക്കത്തില്ലേ? കളക്ഷനെ ബാധിക്കും. അതിനവരെന്തെങ്കിലുമൊക്കെ. നമുക്കിപ്പോൾ എത്ര മാസമായിട്ട് സ്ഥിരമായിട്ട് ശമ്പളം കിട്ടി തുടങ്ങിയത്? ഇപ്പം ഒരു വർഷമായി. ഒരു വർഷമായിട്ട് സ്ഥിരമായിട്ട് ശമ്പളം കിട്ടി. അപ്പോൾ ഇങ്ങനെ സൗജന്യങ്ങൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ആശങ്കയുണ്ടോ? നമുക്ക് ശമ്പളത്തിൽ വീണ്ടും പഴയ കണക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ചെറുതായിട്ടൊരു ആശങ്ക ഇല്ലാതില്ല. അപ്പോൾ ഇവർ കണക്കെടുത്ത് ആദ്യ മന്ത്രിസഭയിൽ പാസ്സാക്കുമെന്ന് വിചാരിച്ചാണ് ഇപ്പോഴത്തെ ഇങ്ങനൊരു KSRTCയുടെ MD ഇങ്ങനൊരു നിർദ്ദേശം വന്നത്. എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നു, അത് എങ്ങനെ സൂപ്പർ ഫാസ്റ്റിൽ കൊടുക്കണോ. പക്ഷെ അവരെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും KSRTC എന്ന് പറഞ്ഞ വാഹനത്തിൽ യാത്ര ചെയ്താൽ ഫ്രീ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സ്ത്രീ എന്ന നിലയിൽ ഇതൊരു സന്തോഷം തരുന്നൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഭാവിയിൽ നമ്മുടെ ജീവിതമാർഗത്തിലുള്ള ശമ്പളത്തിനകത്ത് മുടക്കം വരുമോ എന്നുള്ളൊരു ആശങ്കയും ഉണ്ട്. ആശങ്കയില്ലാതില്ല, ആശങ്കയുണ്ട്. അതെന്തായാലും പുതിയ ഭരണസമിതി വന്നെങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എന്തായാലും മുഖ്യമന്ത്രിയെ തേടി നിങ്ങൾ ഇരിക്കുകയാണ് ആരാണെന്നുള്ളത്. ഇത് ലാഭത്തിലാവുന്ന പറഞ്ഞേക്കുന്നത് ഈ വനിതകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്താൽ വീണ്ടും കൊടുക്കുന്ന ടിക്കറ്റുകളുടെ കണക്ക് ഗവൺമെൻറ്റിന് കൊടുക്കണം. ആ ഗവൺമെൻറ് കൊടുക്കുന്നത് അതിൻ്റെ പൈസ, ആ ഒരു പൈസ നമുക്ക് കോർപ്പറേഷനിൽ കിട്ടും. ഇപ്പം തന്നെ ആൾറെഡി 40 കോടിയോളം രൂപ സർക്കാർ തരുന്നുണ്ട് ഈ നിങ്ങളുടെ ശമ്പളമൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ. അതെ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്ത്രീകളുടെ ടിക്കറ്റിൻ്റെ പൈസ സർക്കാർ തരും. അതാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ശമ്പളത്തെക്കുറിച്ച് ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതാണ് അവരുടെ അഭിപ്രായം. അങ്ങനെയാണ് കോർപ്പറേഷൻ ലാഭത്തിലാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആശങ്ക നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്ഥിരമായിട്ട് കിട്ടുന്നതാണെങ്കിൽ ഇനിയും കിട്ടുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ പുതിയ കണക്കെടുപ്പും കാര്യങ്ങളും നല്ലതിനായിരിക്കും. അത് ഇന്നോട്ട് തുടങ്ങിയിട്ടുണ്ട്. KSRTCയിലെ ഒരു റിട്ടയർഡായ ആളുടെ വൈഫാണ്. പിന്നെ പണ്ടത്തെ കഴിഞ്ഞ സർക്കാർ തന്നെ ഭരിച്ചിരുന്നപ്പോഴത്തേക്കും ഇവർക്ക് ശമ്പളവും പെൻഷനും ഒക്കെ ഭയങ്കര പെൻഡിങ്ങിലായിരുന്നു. അതിന് കുറേ സ്റ്റാഫിൻ്റെ മക്കൾക്കും അതിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിനും മറ്റുള്ള കാര്യത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത സർക്കാർ ലേഡീസിന് ഇനി പൈസ
ഈ ടിക്കറ്റിന് പൈസ ഇല്ലാതെ പോകുമെന്നുള്ള ഒരു അത് പ്രാബല്യത്തിൽ വരും. അല്ലെങ്കിൽ പിന്നെ ഇത്ര കിലോമീറ്റർ അനുസരിച്ചുള്ള പിന്നെ ടിക്കറ്റുകൾ. അല്ല, ഇന്ന് മുതൽ വനിതകൾ എത്ര യാത്ര ചെയ്യുന്നു, പുരുഷന്മാർ എത്ര യാത്ര കണക്കെടുക്കുന്നു കണ്ടക്ടർമാർ. ഇന്നിപ്പോ അത് കണക്കടിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ 9 കോടി രൂപ ആണൊക്കെ ഡെയിലി അവർ ടാർഗറ്റ് ഇട്ടൊക്കെ കിട്ടുന്നത്. ഏതാണ്ട് 80 കോടിയോളം രൂപ വേണം അവർക്ക് ശമ്പളം കൊടുക്കാൻ. അപ്പോൾ ഈ വനിതകൾക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്താലേ ഇവരുടെ ശമ്പളവും ആനുകൂല്യവും ഒക്കെ മുടങ്ങാൻ സാധ്യതയുണ്ടോ? സാധ്യത കാണും. അങ്ങനെ ആശങ്കയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി പിന്നെ ബുദ്ധിമുട്ട് ജീവിക്കുന്നവരാ. പിന്നെ ഈ പെൻഷൻ കൊണ്ട് പെൻഷൻ തന്നെ KSRTC എല്ലാവരും പറയും KSRTC ജോലിയാണ്. പക്ഷേ പെൻഷനൊക്കെ എൻ്റെ വീട്ടിൽ 4 പേരാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 4 പേര് KSRTC റിട്ടയർഡ് ആയതാണ്. 4 പേരും. അപ്പോൾ ഒരു ആശങ്കയുണ്ട്. പിന്നെ ഒത്തിരി ആശങ്കയുണ്ട്. സ്ത്രീകൾക്ക് കുറച്ച് നാളിങ്ങനെ പോകുമ്പം ഈ മാസ വരുമാനം കുറയും KSRTCക്ക്. പിന്നെ ഡെയിലി പിന്നെ ജോലിയുള്ള അവർ സ്ഥിരം പോയി വരുമ്പോഴത്തേക്ക് അത് തന്നെ എത്ര രൂപയായിരിക്കും KSRTCയിൽ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ കാത്തിരുന്ന് കാണാം. നല്ലത് ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് അറിയാൻ പറ്റും. കണക്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ ടിക്കറ്റിനകത്ത് വുമനാണോ ബോയ്സ് ആണോ എന്നൊക്കെ ഉള്ള കാര്യം അറിയാൻ പറ്റത്തില്ല. ഉച്ചക്കല്ലേ അറിയാൻ പറ്റും. അതെ 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 അതെ. സ്ത്രീകൾക്ക് സൗജന്യമാണ് എന്നാണ് അറിയുന്നത്. 60% യാത്രക്കാർ ഏത് വാഹനം എടുത്താലും 60% സ്ത്രീകൾ മാത്രമാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഡിപ്പോയ്ക്ക് നഷ്ടമില്ല എങ്കിൽ അത് നല്ലത് തന്നെ. കാര്യം ഇപ്പോൾ തന്നെ ഈ ശമ്പളം കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നിട്ട് അടുത്ത കുറച്ച് നാളുകൾ കൊണ്ടാണ് ഇവർ കറക്റ്റായിട്ട് ശമ്പളം കിട്ടുന്നത്. ഏതാണ്ട് 9 കോടി 8 കോടി രൂപ വേണം ഇതിനൊക്കെ ശമ്പളം കൊടുക്കാനൊക്കെ. അപ്പോൾ ഡെയിലി ഇപ്പോൾ 8-9 കോടി രൂപ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടക്കുമ്പോൾ ഈ സ്ഥാപനം മുന്നോട്ട് പോകുമോ അതോ പൂട്ടിക്കെട്ടുമോ? സ്ത്രീകൾക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട് 2-3 ബസ്സുകൾ ഓരോ ഡിപ്പോയിൽ നിന്നും ഉണ്ടെന്നുള്ളതാണ് അറിവ്. അല്ല, ഇപ്പൊ ഇന്ന് മുതൽ ഇവര് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കണക്കെടുക്കുക. ഇപ്പോൾ ഇവര് ടിക്കറ്റ് മെഷീനകത്ത് കാണിക്കും എത്ര സ്ത്രീകൾ ഒരു ദിവസം KSRTC യാത്ര ചെയ്യുന്നുള്ളത്. 60% കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. കാരണം പുരുഷന്മാർ നല്ലൊരു ശതമാനം വിദേശത്തും ഒക്കെ ഉണ്ടായതുകൊണ്ട് യാത്രക്കാരായിട്ട് കൂടുതലുള്ളത് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ആദ്യ മന്ത്രിസഭ തന്നെ ഇത് പാസ്സാക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതുവരെ മുഖ്യമന്ത്രിയെ പോലും തീരുമാനിച്ചില്ല. അവർ പലരുമായിട്ട് ഡൽഹിയിലൊക്കെ പോയിരിക്കുകയാണ്. നഷ്ടമില്ല എങ്കിൽ ഇത് കുഴപ്പമില്ല. ഇതിനോട് ഞാൻ യോജിക്കുന്നു.